2003 ഫെബ്രുവരി 1 അമേരിക്കയിലെ ടെക്സാസ് സംസ്ഥാനത്തിന് മുകളിലൂടെ ആകാശത്തൊരു തീഗോളം പാഞ്ഞുപോയി. ഏതാനും നിമിഷങ്ങൾക്കകം ലോകമെമ്പാടുമുള്ള ന്യൂസ് ചാനലുകൾ ഒരേ വാർത്ത ബ്രേക്കിംഗ് ന്യൂസായി സംപ്രേഷണം ചെയ്തു. കൊളംബിയ സ്പേസ് ഷട്ടിൽ നഷ്ടപ്പെട്ടു. ആ ഷട്ടിലിനുള്ളിൽ 7 പേരുണ്ടായിരുന്നു. അവരിൽ ഒരാൾ ഇന്ത്യയിലെ ഒരു ചെറിയ പട്ടണത്തിൽ നിന്ന് ബഹിരാകാശം സ്വപ്നം കണ്ട ഒരു പെൺകുട്ടിയായിരുന്നു. അവളുടെ പേര് കൽപ്പന ചൗള. പക്ഷേ ഈ കഥ ദുരന്തത്തിൽ തുടങ്ങുന്നില്ല, ഒരു സ്വപ്നത്തിലാണ് തുടങ്ങുന്നത്. ഇന്ന് രാത്രി നിങ്ങൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ കാണും. പക്ഷേ ആ നക്ഷത്രങ്ങൾക്കിടയിൽ എത്തണമെന്ന് ഒരിക്കലെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ ആകാശത്തെ നോക്കുന്നു. പക്ഷേ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ആകാശത്തിന് അപ്പുറത്തേക്ക് പോകാൻ ധൈര്യപ്പെടുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അത്തരം ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ഒരു സാധാരണ ഇന്ത്യൻ കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടി. അവളുടെ സ്വപ്നം ഭൂമിയിൽ ജീവിക്കുകയല്ലായിരുന്നു, ഭൂമിക്ക് പുറത്തേക്ക് പോകുകയായിരുന്നു. 1962 മാർച്ച് 17 ഹരിയാനയിലെ കർണാൽ എന്ന ചെറിയ പട്ടണം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ട് വെറും 15 വർഷം മാത്രം കഴിഞ്ഞിരുന്ന കാലം. രാജ്യം ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത്തരം സമയത്താണ് ഒരു സാധാരണ കുടുംബത്തിൽ കൽപ്പന ജനിക്കുന്നത്. അവൾ മറ്റെല്ലാ കുട്ടികളെയും പോലെ തന്നെ ഒരു സാധാരണ കുട്ടിയായിരുന്നു. പക്ഷേ ഒരു കാര്യം മാത്രം അവളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കി. അത് അവളുടെ കണ്ണുകളായിരുന്നു. കാരണം മറ്റുള്ളവർ ഭൂമിയെ നോക്കുമ്പോൾ അവൾ ആകാശത്തെയാണ് നോക്കിയിരുന്നത്. വിമാനം പറക്കുന്നത് കേട്ടാൽ അവൾ ഓടിയെത്തും. വിമാനം കാഴ്ചയിൽ നിന്ന് മറയുന്നത് വരെ നോക്കി നിൽക്കും. ആകാശം അവൾക്ക് വെറും ആകാശമായിരുന്നില്ല, അത് അവളുടെ ഭാവിയായിരുന്നു. പക്ഷേ ഒരു ചെറിയ പട്ടണത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിക്ക് ബഹിരാകാശം സ്വപ്നം കാണുന്നത് എളുപ്പമായിരുന്നില്ല. കാരണം സമൂഹം അവൾക്കായി മറ്റൊരു ജീവിതം തീരുമാനിച്ചിരുന്നു. ആ തീരുമാനം അവൾ അംഗീകരിച്ചില്ല. അതാണ് അവളുടെ ജീവിതം മാറ്റിമറിച്ച ആദ്യ ചുവടായി മാറിയത്. 1970കളിലെ ഇന്ത്യ ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യയല്ല. അന്ന് ഇന്റർനെറ്റ് ഇല്ല, സ്മാർട്ട് ഫോൺ ഇല്ല. ലോകത്തെക്കുറിച്ചുള്ള അറിവ് നേടാൻ പുസ്തകങ്ങളും അധ്യാപകരുമായിരുന്നു ആശ്രയം. അതും പ്രത്യേകിച്ചൊരു പെൺകുട്ടിക്ക്. ജീവിതത്തെക്കുറിച്ചുള്ള സമൂഹത്തിന്റെ പ്രതീക്ഷകൾ വളരെ പരിമിതമായിരുന്നു. നല്ല വിദ്യാഭ്യാസം, ഒരു നല്ല ജോലി, പിന്നെ വിവാഹം. പല കുടുംബങ്ങളുടെയും സ്വപ്നം അത്രയായിരുന്നു. പക്ഷേ കൽപ്പനയുടെ സ്വപ്നം അതിനേക്കാൾ വളരെ ഉയരത്തിലായിരുന്നു. സ്കൂളിലെ പഠനത്തിൽ അവൾ മിടുക്കിയായിരുന്നു. എന്നാലും മാർക്കുകൾ മാത്രം അവളെ നിർവചിച്ചിരുന്നില്ല. അവളെ വ്യത്യസ്തയാക്കിയത് എന്തുകൊണ്ട് എന്ന ചോദ്യമായിരുന്നു. ഒരു വിമാനം എങ്ങനെ പറക്കുന്നു? ആകാശത്ത് ഇത്ര നേരം എങ്ങനെ നിലനിൽക്കുന്നു? ഭൂമിയുടെ ആകർഷണ ബലം മറികടന്ന് ഒരു റോക്കറ്റ് എങ്ങനെ ബഹിരാകാശത്തേക്ക് പോകുന്നു? ഇത്തരം ചോദ്യങ്ങളാണ് അവളുടെ മനസ്സിൽ നിറഞ്ഞിരുന്നത്. സ്കൂൾ പഠനം കഴിഞ്ഞപ്പോൾ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു തീരുമാനം അവളുടെ മുന്നിലെത്തി. എന്താണ് ഇനി പഠിക്കേണ്ടത്? അന്ന് പലരും മെഡിസിനും എഞ്ചിനീയറിംഗും തിരഞ്ഞെടുക്കുകയായിരുന്നു. പക്ഷേ കൽപ്പന തിരഞ്ഞെടുത്തത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, വിമാനങ്ങളെയും ബഹിരാകാശ സാങ്കേതിക വിദ്യയെയും കുറിച്ചുള്ള പഠനം. അന്ന് അത് വളരെ അപൂർവമായൊരു തിരഞ്ഞെടുപ്പായിരുന്നു, പ്രത്യേകിച്ചൊരു ഇന്ത്യൻ പെൺകുട്ടിക്ക്. ആ തീരുമാനത്തെ എല്ലാവരും ഒരേപോലെ സ്വീകരിച്ചില്ല. ഇത് ബുദ്ധിമുട്ടാണ്, പെൺകുട്ടികൾ ഈ മേഖലയിലേക്ക് അധികം പോകാറില്ല, മറ്റൊരു കോഴ്സ് നോക്കിക്കൂടെ? ഇത്തരം അഭിപ്രായങ്ങൾ അവൾ കേട്ടു. പക്ഷേ അവൾ തന്റെ സ്വപ്നം മാറ്റിയില്ല. കാരണം ചില സ്വപ്നങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ല, സ്വയം വിശ്വസിക്കാനാണ്. അവൾ പ്രവേശനം നേടിയത് പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു. അവിടെ ഓരോ ദിവസവും അവൾ ഒരു കാര്യമാണ് പഠിച്ചത്. വിമാനങ്ങളെക്കുറിച്ചുള്ള അറിവ് മാത്രമല്ല, ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ എത്ര വലിയ തയ്യാറെടുപ്പ് വേണമെന്ന്. കോളേജിലെ വർഷങ്ങൾ അവസാനിക്കുമ്പോൾ കൽപ്പന ഒരു കാര്യം മനസ്സിലാക്കി. ബഹിരാകാശത്തെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഇനിയും പഠിക്കണം. ആ സമയത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച ഗവേഷണ കേന്ദ്രങ്ങൾ അമേരിക്കയിലായിരുന്നു. അവളുടെ അടുത്ത ലക്ഷ്യം അമേരിക്ക. പക്ഷേ അവളുടെ പിതാവ് അവളെ എല്ലാ കാര്യത്തിലും പിന്തുണച്ചെങ്കിലും ഈ കാര്യത്തിൽ പുറകോട്ട് നിന്നു. അപ്പോഴും മാതാവായിരുന്നു അവളുടെ സ്വപ്നങ്ങളുടെ കൂടെ പോവാൻ കൂടെ നിന്നതും പിതാവിനോട് സംസാരിച്ചതും. അങ്ങനെ അവൾ അവളുടെ സ്വപ്നത്തിന് പിറകെ ചെന്നു. ഒരു ചെറിയ ഇന്ത്യൻ പട്ടണത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്നു. അതൊരു വിമാനയാത്ര മാത്രമായിരുന്നില്ല, അത് ജീവിതം മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു യാത്രയായിരുന്നു. 1982 ഒരു സൂട്ട് കേസ്, കുറച്ച് പുസ്തകങ്ങൾ, വലിയൊരു സ്വപ്നം, ഇതൊക്കെയുമായി കൽപ്പന അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചു. അവൾക്കറിയില്ലായിരുന്നു ആ യാത്ര ഒരു ദിവസം അവളെ നാസയുടെ കവാടത്തിലേക്ക് എത്തിക്കുമെന്ന്. പക്ഷേ അതിനു മുമ്പ് അവളെ കാത്തിരുന്നത് ഏകാന്തതയും കഠിനാധ്വാനവും എണ്ണമറ്റ പരീക്ഷണങ്ങളുമായിരുന്നു. 1982
ഒരു യുവതി ഇന്ത്യ വിട്ട് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചു. കയ്യിൽ വലിയ സമ്പത്തൊന്നുമില്ല. പക്ഷേ മനസ്സിൽ ഒരു സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നം ഒരു ദിവസം ബഹിരാകാശത്തെ സ്പർശിക്കണം എന്നത്. ഒരു പുതിയ രാജ്യത്തെത്തുമ്പോൾ ആദ്യം അനുഭവപ്പെടുന്നത് ഏകാന്തതയാണ്. പുതിയ ആളുകൾ, പുതിയ സംസ്കാരം, പുതിയ പഠനരീതി. എന്നാൽ കൽപ്പനയ്ക്ക് ഇതൊന്നും ഒരു തടസ്സമായി തോന്നിയില്ല. കാരണം അവൾ വന്നത് സൗകര്യങ്ങൾ തേടിയല്ല, അറിവ് തേടിയായിരുന്നു. അവൾ ടെക്സാസ് സർവകലാശാലയിൽ എയ്റോസ്പേസ് എഞ്ചിനീയറിൽ ഉയർന്ന പഠനം ആരംഭിച്ചു. ഇപ്പോൾ അവളുടെ ജീവിതം വളരെ ക്രമബദ്ധമായിരുന്നു. രാവിലെ ക്ലാസുകൾ, ഉച്ചയ്ക്ക് ലാബ്, വൈകുന്നേരം ഗവേഷണം, രാത്രി പഠനം. അടുത്ത ദിവസം വീണ്ടും അതേ ജീവിതം. പലർക്കും ഇത് ക്ഷീണകരമായ ജീവിതമായിരുന്നു. പക്ഷേ കൽപ്പനയ്ക്ക് ഇത് അവളുടെ സ്വപ്നത്തിലേക്കുള്ള ഓരോ ചുവടുകളായിരുന്നു. പഠനം കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്ന ചിന്ത അവൾക്കുണ്ടായിരുന്നില്ല. അവളുടെ ലക്ഷ്യം അതിലും വലുതായിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിൽ ഒരു ദിവസം ജോലി ചെയ്യണം. ആ സ്ഥാപനത്തിന്റെ പേര് നാസ. പക്ഷേ നാസ എന്നത് സാധാരണ ഒരു സ്ഥാപനം മാത്രമല്ല. ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പ്രതിഭകൾ സ്വപ്നം കാണുന്ന ഇടം. അവിടെ എത്തുക വളരെ കുറച്ചു പേർക്കു മാത്രം സാധിക്കുന്ന നേട്ടം. കൽപ്പന തന്റെ പഠനം അവിടെ അവസാനിപ്പിച്ചില്ല. അവൾ വീണ്ടും ഗവേഷണത്തിലേക്ക് തിരിഞ്ഞു. കൂടുതൽ പഠിച്ചു, കൂടുതൽ പരിശീലിച്ചു. കാരണം വലിയ സ്വപ്നങ്ങൾക്ക് വലിയ തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. അനേകം രാത്രികൾ മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ അവൾ പഠിക്കുകയായിരുന്നു. അനേകം ദിവസങ്ങൾ മറ്റുള്ളവർ വിശ്രമിക്കുമ്പോൾ അവൾ ലാബിലായിരുന്നു. ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകാൻ ആരും കാണാത്ത സമയത്ത് ചെയ്യുന്ന പരിശ്രമമാണ് ഏറ്റവും പ്രധാനമെന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു. അവസാനം വർഷങ്ങളുടെ പരിശ്രമത്തിന് ശേഷം അവൾ നാസയിലേക്ക് അപേക്ഷിക്കാൻ തയ്യാറായി. ഒരു അപേക്ഷ, ഒരു പ്രതീക്ഷ, ഒരു ജീവിതം മുഴുവൻ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു അവസരം. പക്ഷേ ആ അപേക്ഷ സ്വീകരിക്കുമോ? ലോകത്തിലെ ഏറ്റവും കഠിനമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അവൾ വിജയിക്കുമോ? അല്ലെങ്കിൽ ഈ സ്വപ്നം ഇവിടെ അവസാനിക്കുമോ? 5 വയസ്സുള്ളപ്പോൾ ആകാശത്തേക്ക് നോക്കിയിരുന്ന ആ പെൺകുട്ടി ഇപ്പോൾ നാസയുടെ വാതിലിന് മുന്നിലാണ്. പക്ഷേ ആ വാതിൽ തുറക്കാൻ ഇനിയും ഒരു വലിയ പരീക്ഷ ബാക്കിയുണ്ട്. ഒരു ചെറിയ പട്ടണത്തിലെ പെൺകുട്ടി വിമാനങ്ങളെ നോക്കി വളർന്നു. പിന്നീട് വിമാനങ്ങളെക്കുറിച്ച് പഠിച്ചു. അതിനുശേഷം ബഹിരാകാശത്തെക്കുറിച്ച് പഠിച്ചു. വർഷങ്ങളോളം പഠിച്ചു, ഗവേഷണം ചെയ്തു, സ്വയം വീണ്ടും വീണ്ടും തെളിയിച്ചു. പക്ഷേ ഇതെല്ലാം ചെയ്തിട്ടും അവളുടെ ഏറ്റവും വലിയ സ്വപ്നത്തിലേക്കുള്ള വാതിൽ ഇതുവരെ തുറന്നിരുന്നില്ല. ആ വാതിൽ തുറക്കാൻ ഇനി അവൾക്ക് ഒരു അവസരം മാത്രം വേണ്ടിയിരുന്നു. ഒരു തിരഞ്ഞെടുപ്പ്, ഒരു തീരുമാനം, ഒരു ജീവിതം. 1994 നാസയുടെ പുതിയ ആസ്ട്രോനറ്റ് കാൻഡിഡേറ്റ് ക്ലാസ്സിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മികച്ച ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും പൈലറ്റുമാരും ഈ അവസരത്തിനായി മത്സരിച്ചു. അത് വെറും ഒരു ജോലി നേടാനുള്ള മത്സരമായിരുന്നില്ല. ബഹിരാകാശത്തേക്ക് പോകാൻ കഴിയുന്ന വളരെ കുറച്ച് ആളുകളെ കണ്ടെത്താനുള്ള തിരഞ്ഞെടുപ്പായിരുന്നു അത്. അവരിൽ ഒരാളായി കൽപ്പന ചൗളയും ഉണ്ടായിരുന്നു. നാസയുടെ 15th ആസ്ട്രോനറ്റ് ഗ്രൂപ്പിൽ കൽപ്പന മിഷൻ സ്പെഷ്യലിസ്റ്റ് കാൻഡിഡേറ്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടതായി നാസയുടെ ഔദ്യോഗിക രേഖ വ്യക്തമാക്കുന്നു. ആ ഒരു നിമിഷം കൽപ്പനയുടെ വർഷങ്ങളായുള്ള പരിശ്രമത്തിന് കിട്ടിയ ആദ്യത്തെ വലിയ മറുപടിയായിരുന്നു, ഇനി അവൾ നാസയുടെ ഭാഗമാണ്. പക്ഷേ നാസയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതുകൊണ്ട് ബഹിരാകാശത്തേക്ക് പോകാനുള്ള ടിക്കറ്റ് കിട്ടിയില്ല. യഥാർത്ഥ പരീക്ഷണം ഇപ്പോഴാണ് തുടങ്ങുന്നത്. ആസ്ട്രോനട്ട് ട്രെയിനിങ്. ആസ്ട്രോനട്ട് ആകുക എന്നത് ഒരു ബഹിരാകാശ വിമാനത്തിൽ കയറി മുകളിലേക്ക് പറക്കുക എന്നല്ല. അതിനു മുമ്പ് ശരീരത്തെയും മനസ്സിനെയും ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയെയും ഒരുപോലെ പരീക്ഷിക്കുന്ന കഠിനമായ പരിശീലനങ്ങളുണ്ട്. കൽപ്പന ആ പരിശീലനത്തിലേക്ക് കടന്നു. അവൾക്ക് പഠിക്കേണ്ടത് ബഹിരാകാശത്തെക്കുറിച്ച് മാത്രമല്ലായിരുന്നു. സ്പേസ് ഷട്ടിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിലെ റോബോട്ടിക് സിസ്റ്റംസ് എങ്ങനെ നിയന്ത്രിക്കണം, അപകട സാഹചര്യത്തിൽ എന്ത് ചെയ്യണം, ബഹിരാകാശത്ത് ശരീരത്തിന് എന്ത് സംഭവിക്കും. ഒരു ചെറിയ തെറ്റുപോലും ഒരു ദൗത്യത്തിന്റെ ഫലത്തെ മാറ്റാൻ കഴിയുന്ന ലോകമായിരുന്നു അത്. കൽപ്പനയുടെ പ്രത്യേകത അവൾ ഒരേ സമയം ഒരു ശാസ്ത്രജ്ഞയും ഒരു എഞ്ചിനീയറും ആയിരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ നാസയിൽ അവൾക്ക് റോബോട്ടിക് സിസ്റ്റം, ഷട്ടിൽ സോഫ്റ്റ്വെയർ തുടങ്ങിയ സാങ്കേതിക മേഖലകളിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ലഭിച്ചു. പക്ഷേ അവളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ചോദ്യമുണ്ടായിരുന്നു. ഞാൻ എന്നെങ്കിലും ബഹിരാകാശത്തേക്ക് പോകുമോ? അതിനുള്ള ഉത്തരം അധികം വൈകാതെ എത്തി. ആദ്യ സ്പേസ് മിഷൻ 1997. 4 വർഷത്തോളം തയ്യാറെടുപ്പുകളും പരിശീലനങ്ങളും കഴിഞ്ഞ ശേഷം അവൾക്ക് ലഭിച്ച വാർത്ത അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വാർത്തയായിരുന്നു. സ്പേസ് ഷട്ടിൽ കൊളംബിയയുടെ STS-87 മിഷനിലേക്ക് കൽപ്പന ചൗളയെ മിഷൻ സ്പെഷ്യലിസ്റ്റായി തിരഞ്ഞെടുത്തു. ഇനി അവൾ ബഹിരാകാശത്തെക്കുറിച്ച് പഠിക്കുകയല്ല, അവൾ ബഹിരാകാശത്തേക്ക് പോകുകയാണ്. ഒരു സ്വപ്നം, ഒരു കുട്ടിയുടെ സ്വപ്നം, ഒരു ചെറിയ പട്ടണത്തിൽ നിന്ന് ആരംഭിച്ച സ്വപ്നം ഇപ്പോൾ ഭൂമിയുടെ അന്തരീക്ഷം കടക്കാൻ പോകുന്നു. നവംബർ 19, 1997 ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്റർ സ്പേസ് ഷട്ടിൽ കൊളംബിയ ലഞ്ച് പാഡിൽ തയ്യാറായി നിൽക്കുന്നു. അതിന്റെ ഉള്ളിൽ കൽപ്പന ചൗള. വർഷങ്ങളായി അവൾ നോക്കിയിരുന്ന ആകാശം
ഇനി അവൾക്ക് മുകളിലല്ല, അവൾ അതിലേക്ക് പോകുകയാണ്. നാസയുടെ രേഖകൾ പ്രകാരം STS-87 നവംബർ 19 കൊളംബിയയിൽ നിന്ന് പുറപ്പെട്ടു. മിഷൻ 15 ദിവസം 16 മണിക്കൂർ നീണ്ടു. കൽപ്പന മിഷൻ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. കൗണ്ട് ഡൗൺ തുടങ്ങി. ഒരു ചെറിയ പട്ടണത്തിലെ ഒരു പെൺകുട്ടിയുടെ സ്വപ്നം. ഇനി ഏതാനും സെക്കൻഡുകൾ മാത്രം. വർഷങ്ങളുടെ പഠനം, വർഷങ്ങളുടെ പരിശ്രമം, പരാജയങ്ങളെ മറികടന്ന ധൈര്യം. അവൾ കാത്തിരുന്ന നിമിഷം, ഭൂമിയോട് വിട പറയാൻ. കൊളംബിയ ആകാശത്തേക്ക് ഉയർന്നു. അവൾ ഭൂമിയിൽ നിന്ന് അകന്നു. കർണാലിലെ ആകാശം നോക്കി നിന്നിരുന്ന ആ കൊച്ചു പെൺകുട്ടി ഇപ്പോൾ ഭൂമിയെ തന്നെ മുകളിൽ നിന്ന് നോക്കുകയായിരുന്നു. ആ ദൗത്യത്തിൽ കൽപ്പനയുടെ പ്രധാന ഉത്തരവാദിത്യങ്ങളിൽ ഒന്ന് ഷട്ടിലിന്റെ റോബോട്ടിക് ആം പ്രവർത്തിക്കുകയായിരുന്നു. STS-87 മിഷനിലെ സ്പാർട്ടൻ സാറ്റലൈറ്റ് വിന്യസിക്കുന്നതിലും റോബോട്ടിക് ആം ഉപയോഗിച്ചു. അത് വെറും ഒരു യാത്രക്കാരിയുടെ യാത്രയായിരുന്നില്ല. അവൾ ആ ദൗത്യത്തിലെ ഒരു പ്രധാന ശാസ്ത്രീയ സാങ്കേതിക അംഗമായിരുന്നു. ആ നിമിഷം ബഹിരാകാശത്ത് നിന്ന് ഭൂമിയെ നോക്കുമ്പോൾ അതിരുകളില്ല, രാജ്യങ്ങളില്ല, നഗരങ്ങൾ ചെറിയ പ്രകാശബിന്ദുക്കളായി മാത്രം. അവൾ വിട്ടുവന്ന ഇന്ത്യയും അവൾ എത്തിയ അമേരിക്കയും എല്ലാം ഒരേ ഭൂമിയുടെ ഭാഗങ്ങൾ. ഒരിക്കൽ അവളുടെ സ്വപ്നത്തെ ചെറുതായി കണ്ടിരുന്ന ലോകത്തോട് അവൾ ഒന്നും പറഞ്ഞില്ല. അവളുടെ യാത്ര തന്നെയായിരുന്നു മറുപടി. കൽപ്പനയുടെ കഥ ഇവിടെ അവസാനിച്ചില്ല. അവൾ ഭൂമിയിലേക്ക് തിരിച്ചെത്തി, വീണ്ടും പരിശീലനം തുടങ്ങി, വീണ്ടും ഗവേഷണം തുടങ്ങി. കാരണം ഒരിക്കൽ ബഹിരാകാശത്ത് പോയ ഒരാൾക്ക് പോലും അത് മതിയായിരുന്നില്ല. അവൾക്ക് വീണ്ടും പോകണം, കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തണം, കൂടുതൽ പഠിക്കണം. അങ്ങനെ 2003 ജനുവരി 16 കൽപ്പന ചൗള വീണ്ടും സ്പേസ് ഷട്ടിൽ കൊളംബിയയിൽ കയറി. ഈ തവണ അവൾ പോകുന്നത് ഒരു സാധാരണ ദൗത്യത്തിനല്ലായിരുന്നു. 80-ലധികം ശാസ്ത്രീയ പരീക്ഷണങ്ങൾ ഉൾപ്പെട്ട ഒരു പ്രത്യേക ഗവേഷണ ദൗത്യം. പക്ഷേ ആ യാത്രയുടെ അവസാനത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവിടെ ഉണ്ടായിരുന്ന 7 പേരും അറിഞ്ഞിരുന്നില്ല. 1997 കൽപ്പന ചൗള ആദ്യമായി ബഹിരാകാശത്തെത്തി. അതൊരു സ്വപ്നത്തിന്റെ പൂർത്തീകരണമായിരുന്നില്ല. പക്ഷേ അവളുടെ യാത്ര അവിടെ അവസാനിച്ചില്ല. ഭൂമിയിലേക്ക് തിരിച്ചെത്തിയ ശേഷം വീണ്ടും പരിശീലനം, വീണ്ടും ഗവേഷണം, വീണ്ടും കാത്തിരിപ്പ്. അവളുടെ അടുത്ത അവസരത്തിനായി അവസാനം ആ ദിവസമെത്തി. 2003 ജനുവരി 16 സ്പേസ് ഷട്ടിൽ കൊളംബിയ മിഷൻ STS-107. ഈ യാത്രയുടെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു: ശാസ്ത്രം. ബഹിരാകാശത്തിലെ മൈക്രോഗ്രാവിറ്റി മനുഷ്യ ശരീരത്തെയും വസ്തുക്കളെയും വിവിധ ശാസ്ത്രീയ പ്രക്രിയകളെയും എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഗവേഷണം. 16 ദിവസത്തെ ഈ ദൗത്യത്തിൽ 80-ലധികം അന്താരാഷ്ട്ര പരീക്ഷണങ്ങൾ ഉൾപ്പെട്ടിരുന്നു. ജനുവരി 16, 2003 ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്റർ കൊളംബിയ ലോഞ്ച് പാഡിൽ തയ്യാറായി നിൽക്കുന്നു. അകത്ത് 7 ആസ്ട്രോണറ്റ്മാർ: റിക് ഹസ്ബൻ, വില്യം McCool, മൈക്കൽ ആൻഡേഴ്സൺ, ഡേവിഡ് ബ്രൗൺ, ലോറൽ ക്ലാർക്ക്, ഡിലാൻ റാമോൺ, കൽപ്പന ചൗള. ഇപ്പോൾ അവരുടെ മുന്നിൽ 16 ദിവസത്തെ ഒരു ശാസ്ത്രീയ യാത്ര. കൗണ്ട് ഡൗൺ ആരംഭിച്ചു. പിന്നെ കൊളംബിയ ഭൂമിയിൽ നിന്ന് ഉയർന്നു. വർഷങ്ങൾക്ക് മുമ്പ് കർണാലിലെ ആകാശത്തേക്ക് നോക്കി നിന്നിരുന്ന ആ പെൺകുട്ടി വീണ്ടും ബഹിരാകാശത്തേക്ക് പറന്നു. നാസയുടെ രേഖ പ്രകാരം കൊളംബിയ 2003 ജനുവരി 16 രാവിലെ 10:39 EST ലോഞ്ച് ചെയ്തു. ബഹിരാകാശത്തിലെ 16 ദിവസങ്ങൾ. പക്ഷേ ഇതൊരു വെക്കേഷനായിരുന്നില്ല. അവരുടെ ഓരോ മണിക്കൂറും ജോലിയായിരുന്നു. ക്രൂ 2 ടീമുകളായി മാറി. ഒരാൾ വിശ്രമിക്കുമ്പോൾ മറ്റൊരാൾ എക്സ്പെരിമെന്റ്സ് നടത്തും. അങ്ങനെ 24 മണിക്കൂറും റിസർച്ച് തുടർന്നു. ബഹിരാകാശത്തും വിശ്രമത്തിന് സമയം വളരെ കുറവായിരുന്നു. കാരണം ഈ 16 ദിവസങ്ങൾ വിലപ്പെട്ടതായിരുന്നു. കൽപ്പനയും നിരവധി പരീക്ഷണങ്ങളിൽ പ്രവർത്തിച്ചു. പ്രോട്ടീൻ ക്രിസ്റ്റൽ ഗ്രോത്ത്, കംബഷൻ, ഫ്ലൂയിഡ് ബിഹേവിയർ, ബയോളജിക്കൽ എക്സ്പെരിമെന്റ്സ്, മൈക്രോഗ്രാവിറ്റിയിൽ നടക്കുന്ന വിവിധ ശാസ്ത്രീയ പ്രക്രിയകൾ, ഭൂമിയിൽ ചെയ്യാൻ കഴിയാത്ത ചില പരീക്ഷണങ്ങൾ. ദിവസങ്ങൾ കടന്നുപോയി. 1, 2, 3, 10, 15. കൊളംബിയയുടെ മിഷൻ വിജയകരമായി മുന്നോട്ടു പോകുകയായിരുന്നു. ഗ്രൗണ്ട് കൺട്രോളിലുള്ള ശാസ്ത്രജ്ഞർ പോലും ക്രൂയുടെ പെർഫോമൻസിൽ സന്തോഷത്തിലായിരുന്നു. പ്രതീക്ഷിച്ചതിലും മികച്ച സയന്റിഫിക് റിസൾട്ട്സ് ലഭിക്കുന്നുണ്ടായിരുന്നു. 16-ാം ദിവസം ദൗത്യം അവസാനത്തിലേക്ക് എത്തി. ഇനി ചെയ്യാനുള്ളത് ഒന്ന് മാത്രം: ഭൂമിയിലേക്ക് മടങ്ങുക. കൊളംബിയ തിരികെ വരാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. ലക്ഷ്യം കെനഡി സ്പേസ് സെന്റർ. വർഷങ്ങളായി പരിശീലിച്ച ഓരോ ആസ്ട്രോണറ്റിനും പരിചിതമായ ഒരു പ്രക്രിയ. ബഹിരാകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തിരിച്ചുവരവ്. 2003 ഫെബ്രുവരി 1 കൊളംബിയ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഷട്ടിൽ അതിശയകരമായ വേഗത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. പുറത്ത് താപനില അതിവേഗം ഉയരുന്നു. അകത്ത് 7 ആസ്ട്രോണറ്റ്മാർ. അവർ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. നാസയുടെ രേഖ പ്രകാരം കൊളംബിയ റീ എൻട്രി സമയത്ത് ഈസ്റ്റ് ടെക്സാസിന് മുകളിലൂടെ ഏകദേശം രാവിലെ 9 മണിക്ക് EST നഷ്ടപ്പെട്ടു. ഷെഡ്യൂൾഡ് ലാൻഡിംഗിന് ഏകദേശം 16 മിനിറ്റ് മുമ്പ്.
അപ്പോൾ മിഷൻ കൺട്രോളിലേക്ക് വന്നിരുന്ന ഡാറ്റയിൽ ചില അസാധാരണ സൂചനകൾ പ്രത്യക്ഷപ്പെട്ടു. ചില സെൻസർ റീഡിംഗ്സ് മാറി. പിന്നെ ഒരു നിമിഷം കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു. ആ നിമിഷം ആരും കരുതിയിരുന്നില്ല കൊളംബിയ ഇനി ഭൂമിയിലെത്തില്ലെന്ന്. ദ കൊളംബിയ ഡിസാസ്റ്റർ. അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കൊളംബിയ അതിന്റെ തെർമൽ പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിനെ ആശ്രയിച്ചാണ് സുരക്ഷിതമായി സഞ്ചരിക്കുന്നത്. പക്ഷേ ലോഞ്ച് സമയത്ത് സംഭവിച്ച ഒരു കേടുപാട് ആ സമയത്ത് ആരും പൂർണ്ണമായി മനസ്സിലാക്കിയിരുന്നില്ല. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് എക്സ്റ്റേണൽ ടാങ്കിൽ നിന്ന് വേർപെട്ട ഫോം ഇൻസുലേഷൻ ലോഞ്ച് സമയത്ത് കൊളംബിയയുടെ ഇടത് ചിറകിന്റെ ഭാഗത്ത് ഇടിച്ചിരുന്നതായിരുന്നു. റീ എൻട്രി സമയത്ത് അതിന്റെ ഫലങ്ങൾ ദുരന്തമായി മാറി. കൊളംബിയ തകർന്നു. 2003 ഫെബ്രുവരി 1 അമേരിക്കയിലെ ടെക്സസിന് മുകളിലൂടെ ആകാശത്ത് കൊളംബിയ സ്പേസ് ഷട്ടിൽ തകർന്നു വീണു. അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന 7 പേരും തിരികെ വന്നില്ല. അവരിൽ ഒരാൾ കർണാലിലെ ഒരു ചെറിയ പട്ടണത്തിൽ നിന്ന് ബഹിരാകാശം സ്വപ്നം കണ്ട കൽപ്പന ചൗളയായിരുന്നു. അന്ന് അവൾക്ക് 41 വയസ്സായിരുന്നു. ഒരു മനുഷ്യന്റെ ജീവിതം അവസാനിക്കാൻ 41 വർഷം മതിയാകാം. പക്ഷേ ഒരു മനുഷ്യന്റെ സ്വപ്നം അവസാനിക്കാൻ 41 വർഷം മതിയാകണമെന്നില്ല. ഒരു ജീവിതത്തിന്റെ അവസാനമല്ല. കൽപ്പനയുടെ ജീവിതം ഒരു ദുരന്തത്തിൽ അവസാനിച്ചെങ്കിലും അവളുടെ കഥ അവിടെ അവസാനിച്ചില്ല. കാരണം ചില മനുഷ്യർ ജീവിക്കുന്നത് അവരുടെ സ്വന്തം ജീവിതത്തിനു വേണ്ടി മാത്രമല്ല. അവർ പോകുമ്പോൾ അവരുടെ പിന്നാലെ വരുന്നവർക്ക് ഒരു വഴി ബാക്കി വെച്ചാണ് പോകുന്നത്. കൽപ്പന ചൗളയുടെ കാര്യത്തിലും അതുതന്നെയായിരുന്നു. ഒരു ഇന്ത്യൻ പെൺകുട്ടി ആദ്യമായി ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. പിന്നീട് അമേരിക്കയിലേക്ക് പോകുന്നു. അവിടെ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ ഉയർന്ന പഠനം പൂർത്തിയാക്കുന്നു. ഗവേഷണം നടത്തുന്നു. നാസയിൽ ചേരുന്നു. 2 സ്പേസ് മിഷൻസിൽ പങ്കെടുക്കുന്നു. ആകെ 30 ദിവസത്തിലധികം ബഹിരാകാശത്ത് ചെലവഴിക്കുന്നു. ഒടുവിൽ മനുഷ്യന്റെ ബഹിരാകാശ അന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ സംഭവങ്ങളിലൊന്നിന്റെ ഭാഗമാകുന്നു. പക്ഷെ അവളുടെ കഥയുടെ ഏറ്റവും വലിയ ഭാഗം അവൾ ബഹിരാകാശത്ത് പോയതല്ല. അവൾ അവിടെ എത്തുന്നതിന് മുൻപ് എടുത്ത ആയിരക്കണക്കിന് ചെറിയ തീരുമാനങ്ങളായിരുന്നു. ഒരു ദിവസം കൂടി പഠിക്കുക, ഒരു പരീക്ഷണം കൂടി ചെയ്യുക, ഒരു പ്രശ്നം കൂടി പരിഹരിക്കുക, ഒരു അവസരം കൂടി തേടുക, ഒരു പരാജയത്തിന് ശേഷം വീണ്ടും ശ്രമിക്കുക, ഒരു സ്വപ്നത്തെ ഉപേക്ഷിക്കാതിരിക്കുക. അവളുടെ സ്വപ്നം മറ്റുള്ളവരിലേക്ക് പകരുന്നു. കൽപ്പനയുടെ മരണത്തിന് ശേഷം അവരുടെ പേര് ഒരു ഓർമ്മയായി മാത്രം മാറിയില്ല, അതൊരു പ്രചോദനമായി മാറി. അവളുടെ കഥ കേട്ടുകൊണ്ട് വളർന്ന കുട്ടികളിൽ ചിലർ പിന്നീട് എയറോസ്പേസിലേക്കും സ്പേസ് സയൻസിലേക്കും പോയി. നാസ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഉദാഹരണമാണ് അതിഥി രത്നപ്പർക്കെ. ചെറുപ്പത്തിൽ കൽപ്പന ചൗളയുടെ ചിത്രം കണ്ടാണ് അവർ പ്രചോദനം നേടിയതെന്നും പിന്നീട് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് പഠിച്ച് നാസയുടെ ഗേറ്റ്വേ ലൂണ സ്പേസ് സ്റ്റേഷൻ പദ്ധതിയിൽ പ്രവർത്തിച്ചുവെന്നും നാസ പറയുന്നു. അതുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ സ്വാധീനം അളക്കാൻ അവൻ എത്ര വർഷം ജീവിച്ചു എന്ന് മാത്രം നോക്കാൻ കഴിയാത്തത്. അവൻ പോയതിനു ശേഷം എത്ര പേരുടെ സ്വപ്നങ്ങളിൽ അവൻ ജീവിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. ലോകം അവളെ മറന്നില്ല. കൽപ്പന ചൗളയ്ക്ക് മരണാനന്തരം നിരവധി ബഹുമതികൾ ലഭിച്ചു. നാസ സ്പേസ് ഫ്ലൈറ്റ് മെഡൽ, നാസ ഡിസ്റ്റിംഗ്വിഷ്ഡ് സർവീസ് മെഡൽ, കോൺഗ്രഷണൽ സ്പേസ് മെഡൽ ഓഫ് ഹോണർ. ഇവ വെറും മെഡലുകളല്ല, അവൾ നടത്തിയ യാത്രയുടെ ചരിത്രപരമായ പ്രാധാന്യത്തിന്റെ അംഗീകാരങ്ങളായിരുന്നു. ഒരു പേരായി മാറിയ സ്വപ്നം. ഇന്ത്യയിലും അവളുടെ പേര് പല ഇടങ്ങളിലും ഓർമ്മിക്കപ്പെട്ടു. ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും സ്ത്രീകളുടെ സംഭാവന പ്രോത്സാഹിപ്പിക്കുന്നതിനായി കർണാടക സർക്കാർ 2003 ഡോക്ടർ കൽപ്പന ചൗള അവാർഡ് ആരംഭിച്ചു. ഇന്ത്യ സയൻസ് ആൻഡ് ടെക്നോളജി. അവളുടെ കഥ നമ്മോട് പറയുന്നത്, ഒന്ന്, സ്വപ്നങ്ങൾക്ക് ജനിച്ച സ്ഥലത്തിന്റെ പരിധിയില്ല. നിങ്ങൾ ഒരു വലിയ നഗരത്തിൽ ജനിച്ചോ ഒരു ചെറിയ പട്ടണത്തിലോ, നിങ്ങളുടെ സ്വപ്നത്തിന്റെ വലിപ്പം അതുകൊണ്ട് തീരുമാനിക്കപ്പെടുന്നില്ല. 2, വലിയ ലക്ഷ്യങ്ങൾക്ക് വലിയ തയ്യാറെടുപ്പ് വേണം. കൽപ്പനയുടെ ബഹിരാകാശ യാത്ര ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. എഞ്ചിനീയറിംഗ്, മാസ്റ്റേഴ്സ്, ഡോക്ടറേറ്റ്, റിസർച്ച്, നാസ ട്രെയിനിങ്, വർഷങ്ങളോളം തയ്യാറെടുപ്പ്, അതിനുശേഷമാണ് ബഹിരാകാശം. 3, വിജയത്തിന്റെ പിന്നിൽ കാണാത്ത വർഷങ്ങളുണ്ട്. നമ്മൾ കാണുന്നത് ലോഞ്ചാണ്, പക്ഷേ അതിന് പിന്നിലെ ആയിരക്കണക്കിന് മണിക്കൂറുകളും നമ്മൾ കാണുന്നില്ല. നമ്മൾ കാണുന്നത് ആസ്ട്രോനറ്റ് സൂട്ട് ആണ്, പക്ഷെ അതിന് പിന്നിലെ വർഷങ്ങളായുള്ള പഠനം നമ്മൾ കാണുന്നില്ല. 4, പരാജയത്തിന് ശേഷവും അറിവ് മുന്നോട്ടു പോകണം. കൊളംബിയ ദുരന്തം മനുഷ്യനെ ബഹിരാകാശത്തേക്ക് പോകുന്നതിൽ നിന്ന് തടഞ്ഞില്ല, മറിച്ച് ആ ദുരന്തത്തിൽ നിന്ന് നാസയും ലോകവും പഠിച്ചു. കാരണം ബഹിരാകാശ ഗവേഷണം എന്നത് അപകടമില്ലാത്ത യാത്രയല്ല, അപകടങ്ങളിൽ നിന്ന് പഠിച്ചുകൊണ്ട് മുന്നോട്ടു പോകുക മനുഷ്യരാശിയുടെ യാത്രയാണ്. കൽപ്പന ചൗള ഇനി നമ്മോടൊപ്പമില്ല, പക്ഷേ ഒരു രാത്രി നിങ്ങൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ അവിടെ എണ്ണമറ്റ നക്ഷത്രങ്ങൾ കാണും. അവയിൽ ഏതാണ് കൽപ്പനയുടെ സ്വപ്നമെന്ന് നമുക്കറിയില്ല. പക്ഷെ അവളുടെ ജീവിതം നമ്മോട് ഒരു കാര്യം വ്യക്തമായി പറയുന്നു. നിങ്ങളുടെ തുടക്കം എത്ര ചെറുതാണെന്നത് പ്രധാനമല്ല, നിങ്ങൾ എത്ര ദൂരത്തേക്ക് പോകാൻ തയ്യാറാണ് എന്നതാണ് പ്രധാനപ്പെട്ടത്. കർണാലിലെ ഒരു ചെറിയ പട്ടണത്തിൽ നിന്ന് നാസയിലേക്ക്, ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തിലേക്ക്, ഒരു പെൺകുട്ടിയുടെ സ്വപ്നത്തിൽ നിന്ന്
ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രചോദനത്തിലേക്ക് അവൾ പോയി. പക്ഷേ അവൾ ബാക്കിയാക്കിയ സ്വപ്നങ്ങൾ ഇന്നും പറന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് കൽപ്പന ചൗളയുടെ കഥ.